ഹലോ ഫ്രണ്ട്സ്, പെറ്റൽസ് എന്ന ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു തിരുവനന്തപുരത്തെ ഒരു ടൗൺ യാത്രയുടെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് തിരുവനന്തപുരമൊക്കെ ഒന്ന് കാണണം എന്നുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ. ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ടയർ മാറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ പനവിള എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഈ ടയർ കട ഉള്ളത്. അപ്പം നമ്മൾ പട്ടം വഴി ഈ ഭാഗത്ത് പോകുന്നത്. അപ്പം എന്താ പറയുക, ഒരു ട്രിവാൻഡ്രത്തിന്റെ നഗരക്കാഴ്ചകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് കവറായിട്ടുണ്ട്. ഇത് പേരൂർക്കടയിൽ നിന്ന് പട്ടത്തോട്ട് പോകുന്ന വഴിയാട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു വഴിയായിരുന്നു. കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര ലാഗായിരുന്നു, ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഇടയ്ക്കുള്ള ഒരു ഇട റോഡിൽ കൂടെ കയറി അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് ഇത് നമ്മുടെ PMGയിലോട്ടാണ്. ഈ PMGയുടെ ഇവിടത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ രാജ്ഭവനൊക്കെ ഉള്ളത്. രാജ്ഭവനുണ്ട്, കുറച്ച് അങ്ങോട്ട് പോകുമ്പം പാളയത്തിൻ്റെ യൂണിവേഴ്സിറ്റി കോളേജുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും നമുക്ക്. ഇവിടെ കയറിയ എത്തുന്ന ആ പ്ലേസാണ് PMG എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ഇനി പോകുന്നത് പാളയത്തോട്ടാണ്. പാളയത്തിന്റെ താഴെ ഇത് തമ്പാനൂർ പോകുന്ന റൂട്ടാട്ടോ. ഇവിടെയാണ് തിരുവനന്തപുരത്ത് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളൊക്കെ സെയിൽ വെച്ചിരിക്കുന്ന സ്ഥലം. ഈ സൈഡിൽ കാണുന്ന മൊത്തം സെക്കൻഡ് ഹാൻഡ് ബുക്സിന്റെ ഷോപ്സ് ആണ്. ഞാൻ കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടുന്ന് കുറേ ബുക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഗൈഡും ബുക്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ സ്കൂളിൽ +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ ബുക്സ് ഒക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടുന്ന് നേരെ നമ്മൾ തമ്പാനൂർ പോകുന്ന റൂട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ തമ്പാനൂരല്ല പോകുന്നത്. ഇനി ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. നമ്മൾ നേരെ ആ ഫ്ലൈ ഓവറിൽ കയറാൻ പോവാം. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ, ട്രിവാൻഡ്രത്തെ റിസർവ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡിലാണോ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ച്. ഇന്നലെയൊക്കെ നല്ല മഴയാട്ടോ. പക്ഷെ ഇന്നത്തെ ആകാശം നോക്കിയാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു വൈബ്. വെയിലുണ്ട്, എന്നാലും അത്രയ്ക്ക് അങ്ങ് ചൂട് തോന്നുന്നില്ല. അങ്ങനെ ചൂടില്ലാത്തൊരു വെയിൽ. എനിക്ക് തോന്നുന്നു വൈകിട്ട് മഴയായിരിക്കാം. പക്ഷെ നല്ല രസമുണ്ട് ആകാശം കാണാൻ. നല്ല ബ്ലൂ സ്കൈയിൽ നല്ല വൈറ്റ് ആയിട്ടുള്ള മേഘങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ഇവിടെ കേട്ടോ ടയറിൻ്റെ ഷോപ്പ് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ടയറിൻ്റെ ഷോപ്പ് എത്തും. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഒരുവിധ ലാഭത്തിൽ ടയർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടെ പോയി, അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല.
ഭയങ്കര ചമ്മലാട്ടോ. എനിക്കങ്ങനെ പൊതുവിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാവും ചമ്മലുവാ. അങ്ങനെ നമ്മൾ ടയറൊക്കെ മാറ്റി ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. വീട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇത് വഴുതക്കാടാണേ. വഴുതക്കാടോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ പോലീസ് ട്രെയിനിങ് കോളേജാട്ടോ. ഈ ലെഫ്റ്റ് കാണുന്നത് വലിയ ഗ്രൗണ്ടൊക്കെ ആയിട്ട് പോലീസ് ട്രെയിനിങ് കോളേജാണ് അവിടെയുള്ള. ഇനി ഇവിടെയാണ് ആനി മസ്ക്രീൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രതിമ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ, കുറച്ചുകൂടെ എത്തിയിട്ട് സൂം ചെയ്യാം. കണ്ടോ? ഇതാണ് ആനി മസ്ക്രീൻ സ്ക്വയർ. അങ്ങനെ അവിടുത്തെ സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതാ യാത്ര ചെയ്യുന്നു. ഇത് നമ്മൾ വഴുതക്കാടോട്ട് പോകുന്ന സ്ഥലമാണ്. ഞാൻ സ്കൂളിൽ 10th വരെ 8 തൊട്ട് 10th വരെ പഠിച്ചത് ഇവിടെ വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂൾ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ ഇത്. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പട്ടത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല, തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ 10th പഠിക്കുമ്പോൾ ഇതുവഴിയൊക്കെ നടന്നാണ് ബസ് സ്റ്റോപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇറക്കി ഇതിൻ്റെ എൻ്റെ സ്കൂളെത്താറായി. ഇവിടെ കുട്ടികൾക്ക് ക്രോസ് ചെയ്യാനായിട്ടൊരു മുകളിൽ ഇതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോട്ടൺ ഹിൽ സ്കൂൾ. ഇന്നെന്തോ എക്സാം നടക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഏതോ എക്സാമിൻ്റെ കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, കുട്ടികളിലെ ഉദ്യോഗാർത്ഥികൾ. അങ്ങനെ സൈഡ് ഫുള്ള് ഇതേ നോക്കിയ വണ്ടിയാണ്. അപ്പം ഈ ലെഫ്റ്റ് കാണുന്നതാണ് എൻ്റെ സ്കൂള്. ഇതാണ് കോട്ടൺ ഹില്ലിൻ്റെ LP സെക്ഷൻ. എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ LP സെക്ഷൻ്റെ അവിടെ. പ്രസംഗവും അതൊക്കെ കേൾക്കാമായിരുന്നു വെളിയിൽ. ജസ്റ്റ് ഒരു റാൻഡം വീഡിയോ ആയിട്ട് എടുത്താൽ ജസ്റ്റ് എന്താ ട്രിവാൻഡ്രം ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നീ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിടറി, ജസ്റ്റ് പേഴ്സണലായിട്ട് ഇട്ട് തന്നാൽ മതി, ഞാൻ ആ വഴികളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. കാരണം അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ. ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. ഒരു പ്രാവശ്യം വെക്കേഷന് പോയിട്ട് വരുമ്പം കാണുന്ന വഴി പോലെ ആയിരിക്കത്തില്ല കേട്ടോ. അടുത്ത വെക്കേഷൻ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ജംഗ്ഷനൊക്കെ ആണെങ്കിലും എൻറ്റയർലി മാറ്റമാണ്. പല പല വലിയ ബിൽഡിങ്സ് വരുന്നു. അങ്ങനെ നമ്മൾ അടയാളമാക്കിയൊക്കെ വെച്ചിരിക്കുന്ന മിക്കവാറും ഈ മരങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കുറേ ജംഗ്ഷൻസ് ഉണ്ട് മരം അടയാളമായിട്ടുള്ള. മിക്കതും അതൊക്കെ മാറി വേറെ 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 രീതിക്കുള്ള ഇതൊക്കെ വരുന്നുണ്ട്. കെട്ടിടങ്ങളും ഒക്കെ വന്ന് നല്ല വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കുറേ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചിട്ട് റോഡ് വീതി കൂട്ടുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
ദിനം പ്രതി മാറ്റം വരുന്ന ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഓരോ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോഴും എൻ്റെ ബ്രദറിന് എന്താ പറയുക, അയ്യോ ഇതിങ്ങനെ ആയോ, ഈ പ്ലേസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ള കൗതുകവും അത്ഭുതവും ഒക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് ആടി എന്ന് പറയാറുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തുള്ള പ്രവാസികൾക്കും കൂടെ വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇതെന്താ പറയുക, ഇവിടുന്ന് നേരെ നമുക്ക് മരുതൻകുഴിയിലോട്ട് പോവാം. ഇത് ജഗതി വഴി മരുതൻകുഴി പോകുന്ന റോഡാണ്. ഇത് ഈ ചെന്നെത്തുന്ന മരുതൻകുഴി ജംഗ്ഷൻ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം. ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരം വന്ന് വീണിട്ട് അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയും ഒന്ന് രണ്ട് ഒരാളോ രണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചത് ഈ മരുതൻകുഴിക്ക് അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ശാസ്തമംഗലം സ്കൂളിലാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചത്. ശാസ്തമംഗലം NSSൽ പ്ലസ് 2 ബയോളജി സയൻസ് പഠിച്ചത് ഇവിടെയാണ്. അപ്പം ഈ വഴികളൊക്കെ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന വഴികളാണ്. അപ്പം ആ സമയത്തൊന്നും ഇങ്ങനെ മരുതൻകുഴിയിലോട്ട് പോകാൻ വഴിയില്ലായിരുന്നു. ഡയറക്റ്റ് അങ്ങോട്ടും ടൂവും ഫ്രോയും ഒരേ വഴിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വഴി കൂടെ പോകണം. ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഒരു ഫ്ലൈ ഓവർ പോലെ ചെയ്തിട്ടുള്ള സ്ഥലമാട്ടോ ഇത്. മുമ്പ് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ 7:30 ബസ്സിൽ കയറിയാലും 1 മണിക്കൂറോളം ഇവിടെ ബ്ലോക്കായിരുന്നു. മരുതൻകുഴി സ്ഥിരം ബ്ലോക്കുള്ള സ്ഥലമായിരുന്നു. ഇടുങ്ങിയ റോഡുകളായിരുന്നു. കാരണം അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആറാണ്, കിള്ളിയാറിൻ്റെ ഒരു ഭാഗമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മരുതൻകുഴി എത്തി. ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. അപ്പം എനിക്ക് വട്ടിയൂർക്കാവ് ബാങ്കിലല്ല ATMലൊക്കെ ഒന്ന് കയറണമായിരുന്നു. എൻ്റെ പുതിയ ATM കാർഡൊക്കെ വന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ റോഡ് സൈഡിൽ റംബൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വർഷത്തെ റംബൂട്ടാൻ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാട്ടോ ഈ വർഷം റംബൂട്ടാൻ വാങ്ങുന്നത്. വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടെയൊക്കെ സീസൺ ആവുന്നതേ ഉള്ളൂ. അങ്ങനെ വഴിയിൽ കണ്ട ഒരു റംബൂട്ടാനും വാങ്ങി, അതും കഴിച്ചു. യാത്ര തുടരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ നിന്ന് നെട്ടയം പോകുന്ന റൂട്ടാണ്. എക്സാക്റ്റ് പ്ലേസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മണ്ണറക്കോണം. അപ്പം ഇവിടെ ഒരു പുതിയ SBIയുടെ ഒരു എന്താ പറയുക, ഒരു ATM ഉണ്ട്.